നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ക്യാൻസർ ചികിത്സയ്ക്കുള്ള ഫലപ്രദമായ മരുന്ന് കണ്ടെത്തുന്നതിൽ പതിറ്റാണ്ടുകളെ ക്ഷമയോടെയുള്ള ഗവേഷണത്തിന്റെ ചരിത്രമുണ്ട്. ക്യാൻസർ പ്രതിരോധിക്കാനുള്ള വാക്സിനുകളുടെ കാര്യത്തിലും സമാനമായ ഗവേഷണ ബുദ്ധിയുണ്ട്. കരളിനെ ബാധിക്കുന്ന ക്യാൻസർ തടയാനുള്ള ഹൈപ്പറൈറ്റിസ് ബി വാക്സിനും സെർവിക്കൽ ക്യാൻസർ തടയുന്നതിനുള്ള HPV വാക്സിനും കണ്ടെത്തിയത് ശാസ്ത്രലോകത്തിന് പുത്തൻ ഉണർവാണ് നൽകിയത്. എന്നാൽ ക്യാൻസർ ഗവേഷണം പുതിയ വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. 5 വർഷത്തിനുള്ളിൽ ക്യാൻസർ ചികിത്സയ്ക്കുള്ള വാക്സിനുകൾ വിപണിയിലെത്തുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരാറുണ്ട്. ഇപ്പോഴത്തെ ആരോഗ്യ മേഖലയിൽ സുപ്രധാന പ്രഖ്യാപനവുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ക്യാൻസറിനുള്ള വാക്സിൻ പുറത്തിറക്കുന്നതിന് തൊട്ടരികിലാണ് റഷ്യൻ ശാസ്ത്രജ്ഞരെന്നാണ് പ്രഖ്യാപനം. ക്യാൻസർ വാക്സിനുകളെന്നോ രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന പുതിയ തലമുറ മരുന്നെന്നോ വിളിക്കപ്പെടുന്നവയുടെ നിർമ്മാണത്തോട് ഞങ്ങൾ അടുത്തിരിക്കുന്നു, പുടിൻ പറഞ്ഞു. വൈകാതെ അത് വ്യക്തിഗത ചികിത്സയ്ക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പുടിൻ കൂട്ടിച്ചേർത്തു. ആധുനിക സാങ്കേതിക വിദ്യകൾ സംബന്ധിച്ച ഒരു ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു റഷ്യൻ പ്രസിഡന്റ്. ഏതു തരത്തിലുള്ള ക്യാൻസറിനുള്ളതാണ് നിർദ്ദിഷ്ട വാക്സിൻ എന്നോ അതിന്റെ മറ്റു വിവരങ്ങളോ പുടിൻ വെളിപ്പെടുത്തിയിട്ടില്ല. നിരവധി രാജ്യങ്ങളും കമ്പനികളും ക്യാൻസർ വാക്സിനായുള്ള പരീക്ഷണങ്ങൾ ഇതിനോടകം നടത്തിവരുന്നുണ്ട്. ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്നതിന് ജർമ്മനി ആസ്ഥാനമായുള്ള BioNTechുമായി UK സർക്കാർ കഴിഞ്ഞ വർഷം കരാറിൽ ഒപ്പുവച്ചിരുന്നു. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം സെർവിക്കൽ ക്യാൻസർ ഉൾപ്പെടെ നിരവധി അർബുദങ്ങൾക്ക് കാരണമാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസുകൾക്കെതിരെ നിലവിൽ 6 വാക്സിനുകളുണ്ട്. കൂടാതെ കരളിലെ ക്യാൻസറിലേക്ക് നയിച്ചേക്കാവുന്ന ഹൈപ്പറൈറ്റിസ് ബിക്കെതിരായ വാക്സിനുകളുമുണ്ട്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് റഷ്യ സ്വന്തമായി സ്പുട്നിക് വാക്സിൻ വികസിപ്പിച്ചിരുന്നു. നിരവധി രാജ്യങ്ങൾക്ക് വിൽക്കുകയും ചെയ്തു. വാക്സിൻ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ പുടിൻ ഈ വാക്സിൻ എടുക്കുകയുണ്ടായി. രോഗത്തെ മുഴുവനായും തടയുന്ന വാക്സിനുകളല്ല ഇത്. പകരം ക്യാൻസർ മുഴകൾ ചുരുങ്ങുന്നതിനും പിന്നീട് വരുന്നത് തടയുന്നതിനുമുള്ള വാക്സിനുകളായിരിക്കും. സ്ഥാനാർബുദം, ശ്വാസകോശ ക്യാൻസർ, ത്വക്ക് ക്യാൻസറായ മെലനോമ, പാൻക്രിയാറ്റിക് ക്യാൻസർ എന്നിവയെ തടയുന്നതിലും നിർണായകമാണ് ഈ പരീക്ഷണ ഫലങ്ങൾ. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിന് പിടികൊടുക്കാതെ ക്യാൻസർ കോശങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. ക്യാൻസർ കോശങ്ങൾ കാർന്നു തിന്നുന്ന ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വീണ്ടെടുക്കുകയാണ് ഈ ക്യാൻസർ വാക്സിനുകളുടെ ദൗത്യം. mRNA വാക്സിനുകളും ഇതിൽപ്പെടുന്നു. ക്യാൻസർ വാക്സിനുകൾക്കായാണ് ആദ്യം mRNA വാക്സിനുകൾ വികസിപ്പിച്ചതെങ്കിലും ആദ്യമായി ഉപയോഗിച്ചത് COVID-19 വാക്സിനുകളിലാണ്. ഓരോ ക്യാൻസറിനും അനുസൃതമായി വാക്സിനുകൾ വികസിപ്പിച്ചില്ലെങ്കിൽ കോവിഡ് വാക്സിനുകൾ പോലെ ദുരുപയോഗം ചെയ്യപ്പെട്ടേക്കാമെന്ന ആശങ്കയും വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. UW മെഡിസിൻ എന്ന കമ്പനി സ്ഥാനാർബുദം, ശ്വാസകോശ ക്യാൻസർ, അണ്ഡാശയ ക്യാൻസർ തുടങ്ങിയവയ്ക്കെതിരെയുള്ള വാക്സിനുകൾ നിർമ്മിക്കാനുള്ള ശ്രമത്തിലുമാണ്.